6 അനാഥ 6 വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു അനാഥ യതീംഖാന ആരംഭിക്കുകയും തുടർന്ന് പന്തലിച്ച് വളർന്ന് ഉയർന്ന് സ്ഥാപനം ഇന്ന് കാണുന്ന 16 വരുന്ന സ്ഥാപനങ്ങളായി വളരുകയും ചെയ്തു. 1986 ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ശിലാസ്ഥാപനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ വളർച്ച അസൂയാവഹമായിരുന്നു. ഇന്നിവിടെ നല്ല രീതിയിലുള്ള ഒരു യതീംഖാനയും ശരീഅത്ത് കോളേജ്, ദഅ്വ കോളേജ്, ഇംഗ്ലീഷ് മീഡിയം, നഴ്സറി, ഗേൾസ് ഹൈസ്കൂൾ, ITC, സഫ ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും നടത്തപ്പെടുന്നു. 100 ചില്ലാനം അഗതികളും കുറേയധികം അഗതികളുമായ വിദ്യാർത്ഥികൾ നേതൃത്വം കൊണ്ട് വളരെ ഉയർച്ചയിലും വളർച്ചയുമാകുന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് റബ്ബിന്റെ അനുഗ്രഹത്തോടുകൂടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു പേരും പ്രശസ്തിയുമുള്ള സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. നാട്ടുകാരുടെ ആകമാനുള്ള സഹായ സഹകരണങ്ങളെ കൊണ്ടും ഒത്താശകളെ കൊണ്ടൊക്കെയാണ് സ്ഥാപനം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാട്ടൂൽ വെച്ച് പറഞ്ഞാൽ ഒരു മതവിജ്ഞാനിക രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക മതവിജ്ഞാനിക രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറക്ക് വളരെ അത്യന്താപേക്ഷിതമായ സ്ഥാപനങ്ങളായാണ് ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത്. ശരീഅത്ത് കോളേജും ദഅ്വ കോളേജും അതുപോലെ തന്നെ നഴ്സറി, ഇംഗ്ലീഷ് മീഡിയം, ഗേൾസ് ഹൈസ്കൂൾ, ITC, സഫ ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകം പെൺകുട്ടികൾക്ക് പ്രായം കഴിഞ്ഞ SLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സുന്ദരമായ തോതിൽ ടൈലറിംഗ് പഠിച്ച് വളരുവാനും ജോലി രംഗത്ത് വളരുവാനുമെല്ലാമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ കമ്മിറ്റിയുടെ ഭാഗമായി. ഇത് മാട്ടൂൽ സെൻട്രലിലെ ഹിദായത്ത് വനിതാ അറബി കോളേജ്. ഈ ദേശത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപോലെ പ്രാവീണ്യം നൽകുന്നതിനു വേണ്ടി 2002 ജൂൺ 30 ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഈ സ്ഥാപനം. ഇന്നിവിടെ 50ഓളം പെൺകുട്ടികൾ 2 അധ്യാപികമാരുടെ ശിക്ഷണത്തിൽ അഫ്സലുൽ ഉലമ പ്രിലിമിനറി കോഴ്സിന് പഠിച്ചു വരുന്നുണ്ട്. അലോപ്പതി ചികിത്സാ സമ്പ്രദായം ഈ ദേശത്ത് പ്രചാരണം നേടുന്നതിനു മുൻപ് വരെയും ഇവിടുത്തുകാർ അവരുടെ ആരോഗ്യ ചികിത്സയ്ക്കായി ഈ ദേശത്ത് തന്നെയുള്ള നാടൻ വൈദ്യന്മാരെയായിരുന്നു സമീപിച്ചിരുന്നത്. അക്കാലങ്ങളിൽ പ്രഗത്ഭരായ പല നാട്ടുവൈദ്യന്മാരും അന്ന് മാട്ടൂലിൽ ഉണ്ടായിരുന്നു. രാമൻ പെരുവണ്ണാൻ വൈദ്യർ, കുഞ്ഞിക്കണ്ണൻ വൈദ്യർ, നാരായണൻ വൈദ്യർ എന്നിവർ അക്കാലത്തെ അറിയപ്പെടുന്ന നാട്ടുവൈദ്യന്മാരായിരുന്നു. നമ്മളെ ഈ കൊച്ചു ദീപായി മാട്ടൂല് പഴയ കാലത്തെ ഒരു വൈദ്യരായിരുന്നു എന്റെ അച്ഛൻ PV കുഞ്ഞിക്കണ്ണൻ വൈദ്യർ. അച്ഛൻ പാരമ്പര്യമായിട്ട് ചികിത്സയിൽ വളരെയധികം പ്രാഗൽഭ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു. അച്ഛന്റെ അച്ഛൻ വൈദ്യരായിരുന്നു. അദ്ദേഹം കുട്ടികളുടെ ചികിത്സയിൽ വളരെ പ്രഗത്ഭനായിരുന്നു. ഒരുപാട് മരണത്തിൽ കിടന്നിരുന്ന കുട്ടികളെ പോലും ചികിത്സിച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ പാരമ്പര്യമായിട്ട് ഒരു വൈദ്യരുടെ കീഴിൽ നിന്നും അച്ഛന്റെ അച്ഛനായ വൈദ്യരിൽ നിന്നുമാണ് കൂടുതൽ ചികിത്സ പഠിച്ചത്. 1948 ഞങ്ങളുടെ ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. അന്നുകാലത്ത് മാട്ടൂലിൽ ആരും തന്നെ ചികിത്സകരായിട്ടുണ്ടായിരുന്നില്ല. അക്കാലങ്ങളിൽ സ്ത്രീകൾ അവരുടെ പ്രസവ നേരത്തുള്ള പരിചരണത്തിനായി ഈ രംഗത്ത് പ്രാഗൽഭ്യം നേടിയിരുന്ന ചില സ്ത്രീകളുടെ സേവനമായിരുന്നു തേടിയിരുന്നത്. ഇക്കൂട്ടർ പേറ്റിച്ചികൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 35 വർഷങ്ങൾക്ക് മുൻപ് വരെയും ഈ ഒരു സമ്പ്രദായം ഈ ദേശത്ത് സജീവമായി നിലനിന്നിരുന്നു അത്രേ. 1974
മാട്ടൂൽ ദേശത്ത് ഒരു അലോപ്പതി ഗവൺമെന്റ് ആശുപത്രി സ്ഥാപിക്കുന്നത്. 10 ബെഡുകളോടുകൂടി ആരംഭിച്ച ഈ ആശുപത്രി പിന്നീട് 20 ബെഡുകളായി അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. ഒപ്പം ഗൾഫ് പ്രവാസികളുടെ സഹായത്തോടെ ഒരു മെറ്റേണിറ്റി വാർഡ് നിർമ്മിക്കുകയും ചെയ്തു. പ്രഗത്ഭരായ 2 ഡോക്ടർമാരുടെ സേവനം ഇന്ന് ഈ ആശുപത്രിയിൽ ലഭ്യമാവുന്നുണ്ട്. അക്കാലത്ത് ആരോഗ്യപരമായി ചികിത്സാപരമായി വളരെ പിന്നോട്ട് നിന്ന ഈ സമൂഹത്തെ അവർക്കൊരു ആശുപത്രിക്ക് വേണ്ടി ഈ ജനത മുറവിളി കൂട്ടി. അങ്ങനെയാണ് ഇവിടെ ഒരു ആശുപത്രി 974 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞാൻ ആദ്യമായിട്ട് 1968 ഈ പ്രദേശത്ത് വന്നത്. അന്നിവിടെ വളരെ അവഗണിച്ച പ്രദേശമായിരുന്നു. രോഗികൾക്ക് ചികിത്സ നൽകാൻ സൗകര്യം യാതൊന്നും ഉണ്ടായിരുന്നില്ല. പരസ്പരം എത്തിയിട്ടാണ് അവർ ചികിത്സ എടുത്തത്. എന്നാൽ 1968 ഗവൺമെന്റിന് ഒരു ഗവൺമെന്റ് ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അതിൽ ആദ്യമായി ഞാൻ ഡോക്ടറെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അന്ന് രോഗികൾ വളരെയധികം വിഷമത്തിലായിരുന്നു. കാരണം പല സ്ഥലത്തും ദൂരസ്ഥലം പോയിട്ടാണ് ചികിത്സ ചെയ്തിട്ടുള്ളത്. എന്നാൽ ക്രമേണ അവർ മാറ്റം വന്നു. ഇപ്പോൾ ചികിത്സയിലായിട്ട് അവർ മുന്നോട്ട് അതുപോലെ വിദ്യാഭ്യാസത്തിൽ അവർ മുന്നോക്കം പോയിട്ടുണ്ട്. മാട്ടൂൽ ഗവൺമെന്റ് ആശുപത്രി കൂടാതെ ഈ ഗ്രാമപഞ്ചായത്തിൽ മറ്റ് 2 ആശുപത്രികൾ കൂടിയുണ്ട്. മാട്ടൂൽ സൗത്തിലെ ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയും മാട്ടൂൽ നോർത്തിലെ ഗവൺമെന്റ് ആയുർവേദിക് ആശുപത്രിയും. എന്നാൽ ഈ ആശുപത്രികൾ വേണ്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈ ദേശത്തുകാർക്ക് കഴിയാതെ പോയതും അതിനാവശ്യമായ ബോധവൽക്കരണം നടത്തുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാതിരുന്നതുമാണ് ഈ ദേശത്തുകാർ അവരുടെ ആരോഗ്യ പ്രശ്ന പരിഹാരത്തിന് അയൽ പ്രദേശങ്ങളിലെ ആശുപത്രികളെ സമീപിക്കുവാൻ നിർബന്ധിതരാവുന്നത്. ആരോഗ്യ ചികിത്സാ രംഗത്ത് ഉയർന്ന രീതിയിലുള്ള സേവനം ലഭ്യമാക്കാൻ ഈ ദേശത്തെ നല്ലൊരു ശതമാനം ആളുകളും ജില്ലാ ആസ്ഥാനങ്ങളിലെ സ്വകാര്യ ആശുപത്രികളെയാണ് സമീപിക്കുന്നത്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ സ്വദേശി ഡോക്ടർമാർ മാട്ടൂൽ സൗത്തിൽ നിന്നുള്ള ഡോക്ടർ താഹിറ സിദ്ദിഖും ഡോക്ടർ KK സൈനുൽ ആബിദുമാണ്. എന്നാൽ സ്വദേശി ഡോക്ടർമാരുടെ സേവനം ലഭിക്കുവാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഒരു ദേശമാണ് മാട്ടൂൽ. അൽ മസർ ഹോം അപ്ലയൻസസ് അബുദാബി മുസഫയിൽ ആദ്യമായി അതിനൂതനമായ ഹൗസ് ഹോൾഡ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇനങ്ങളുടെ വിശാലമായ ഷോറൂം. അൽ മസർ ഹോം അപ്ലയൻസസ്, മുസഫ, അബുദാബി. മാട്ടൂലിന്റെ ഭൂമിശാസ്ത്രം ഏറെ വ്യത്യസ്തതയുള്ള ഒരു തുറമുഖത്തെ ഇന്ത്യക്ക് സംഭാവന ചെയ്യുവാൻ പര്യാപ്തമാണ്. ഒരു ഭാഗം കടലും ഇരുഭാഗങ്ങളിൽ പുഴയുമായി ഒരു ചാനൽ ബന്ധം സ്ഥാപിച്ചാൽ കപ്പലിന് അഴിമുഖത്തേക്ക് കടക്കാം. അഴീക്കൽ എന്ന് പറഞ്ഞാൽ നോർത്ത് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്, ചെറുകിട തുറമുഖമാണ്. അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അഴീക്കൽ തുറമുഖ വികസന പദ്ധതി എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് അഴീക്കൽ കാർഗോ ഹാർബർ എന്നൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഒരു ഹാർബറിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് കപ്പലുകൾ എടുക്കാനുള്ള ചാനലാണ്. മറ്റ് പിന്നീട് കപ്പലുകൾ കെട്ടിയിടാനുള്ള ബർത്തിങ് സൗകര്യം, അതിൽ നിന്ന് ലോഡ് ഇറക്കാനും ലോഡ് കയറ്റാനുള്ള സൗകര്യം, ഇതൊക്കെയാണ് ഒരു ഹാർബറിന് വേണ്ടുന്നത്. അതിന് വേണ്ടുന്ന ആദ്യത്തെ പ്രീ റിക്വിസിറ്റ് എന്ന നിലക്കുള്ള അതിന്റെ അപ്രോച്ച് ചാനലിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്രോച്ച് ചാനൽ എന്ന് പറഞ്ഞാൽ 2 ബ്രേക്ക് വാട്ടറുകൾ, ഒന്ന് മാട്ടൂൽ സൈഡിലും ഒന്ന് അഴീക്കൽ സൈഡിലും ഉണ്ടാക്കിയിട്ട് നദിയുടെ ഈ അഴിമുഖത്തിന്റെ വീതി കുറച്ചുകൊണ്ട് ഒഴുക്കിന്റെ വേഗത കൂട്ടി ആഴം കൂട്ടുന്ന ഒരു പദ്ധതി. അതിൽ ആപ്പാടെ ഇപ്പം ഈ ടെൻഡർ ചെയ്തിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തുറമുഖത്തിന്റെ പുലിമുട്ടുകളുടെ ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണം മാത്രമാണ്. മാട്ടൂൽ ദേശം ഒരു ഉപദ്വീപായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളമായി കടത്തു തോണികളും ബോട്ടുകളും കാണാം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാട്ടൂൽ സൗത്ത് അഴീക്കൽ കടവ്. 100 കണക്കിന് യാത്രക്കാർ ദിവസേന ഈ ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്തുന്നു.
ഈ ബോട്ട് സർവീസ് വഴി അഴീക്കൽ ഫെറിയിലെത്താം. അവിടെ നിന്നും 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ കണ്ണൂരിന്റെ ജില്ലാ ആസ്ഥാനത്ത് എത്താവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കടവാണ് മാട്ടൂൽ ആറുതെങ്ങ് തെക്കുംപാട് കടവ്. ദ്വീപായിരുന്ന തെക്കുംപാടിൽ പാലം നിർമ്മിക്കുന്നതുവരെയും തെക്കുംപാട് നിവാസികൾ അയൽദേശത്തുകാരുമായി ബന്ധപ്പെട്ടിരുന്നത് പ്രധാനമായും ഈ കടത്തുവഴിയാണ്. ഈ ഗ്രാമപഞ്ചായത്തിലെ ഏക ഫുട്ബോൾ സ്റ്റേഡിയമാണ് മാട്ടൂൽ സൗത്ത് മിനി സ്റ്റേഡിയം. ഒരുപാട് നല്ല ഫുട്ബോൾ കളിക്കാരെ സൃഷ്ടിക്കുവാൻ ഈ മിനി സ്റ്റേഡിയത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കേരള പോലീസ് ടീം അംഗമായിരുന്ന മാട്ടൂൽ സ്വദേശി സെബാസ്റ്റ്യൻ ഇവിടുത്തെ ഉദയ സ്പോർട്സ് ക്ലബിലൂടെ ഈ മിനി സ്റ്റേഡിയത്തിൽ നിന്നുമാണ് ഫുട്ബോൾ കളിയുടെ ബാലപാഠം പഠിച്ചു തുടങ്ങിയത്. മഹാനായ അഹമ്മദ് കുരിക്കളുടെ പേരിൽ വർഷങ്ങളായി ഇവിടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിവരുന്നുണ്ട്. ക്രിക്കറ്റ് പോലുള്ള പുതിയ കായിക ഇനങ്ങളുടെ കടന്നുവരവ് മറ്റു പ്രദേശങ്ങളിലെന്ന പോലെ ഈ ദേശത്തെ പുതിയ തലമുറയെയും ഫുട്ബോൾ കളിയിൽ നിന്നും വളരെ പിറകോട്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്.